Welcome back to Learnino. നമുക്ക് ഇന്ന് ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs നോക്കാം. Question number 1. The breakdown mechanism under the reverse biased condition in a lightly doped PN junction is. ഒരു lightly doped PN junctionലെ reverse biased conditionൽ ഉണ്ടാവുന്ന breakdown mechanism ഏതാണെന്നുള്ളതാണ് question. Okay. അപ്പോൾ ഓപ്ഷനിൽ Avalanche breakdown, Zener breakdown, tunneling, thermal breakdown എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഓപ്ഷൻ എയും ബിയും ആയിരിക്കും. അവലാഞ്ചി ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും തമ്മിൽ. അപ്പൊ അതിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ലൈറ്റ്ലി ഡോപ്ഡ് PN ജംഗ്ഷനിൽ നമുക്ക് അതായത് ലൈറ്റ്ലി ഡോപ്ഡ് PN ജംഗ്ഷനിൽ അതും റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ വരുന്ന ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആയിരിക്കും. ഓക്കെ, സോ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ occurs in lightly doped PN junction, but the depletion region is comparatively long and reverse voltage increases beyond 5 volt. So correct answer will be option A. Next question. The relation between current gain of a transistor in CE and CB configuration. CE configurationലും CB configurationലുള്ള current gain തമ്മിലുള്ള relation. അത് നമുക്ക് ട്രാൻസിസ്റ്ററിനെ പഠിക്കുമ്പോൾ എല്ലാവരും വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ നമുക്ക് ഇൻപുട്ട് കറണ്ട് എന്തായിരിക്കും? ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് IE, എമിറ്റർ കറണ്ട് ആയിരിക്കും. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ICU ആയിരിക്കും. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിൻ ആൽഫയാണ് IC/IE എന്ന് പറയുന്നത്. ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണെങ്കിൽ ഇൻപുട്ട് കറണ്ട് IBയും ഔട്ട്പുട്ട് കറണ്ട് IC, കളക്ടർ കറണ്ടും ആയിരിക്കും. അവിടെ ഗെയിൻ ബീറ്റ B is equal to IC/IE എന്നുമാണ് വരുന്നത്. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനെയും ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ CE കോൺഫിഗറേഷനിലും വരുന്ന ഗെയിൻ ആണ്. ഇനി ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആൽഫ is equal to beta by 1 plus beta എന്നും ബീറ്റ is equal to alpha by 1 minus alpha എന്നുള്ളതും നമുക്ക് എപ്പോഴും ഓർത്തിരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബീറ്റ is equal to 1 by 1 plus alpha, beta is equal to alpha by 1 plus alpha, beta is equal to 1 plus alpha, beta is equal to alpha by 1 minus alpha. അപ്പോൾ അത് ഏതാ കറക്റ്റ് വരിക? ബീറ്റ is equal to alpha by 1 minus alpha എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. That is option D is the correct answer. Okay. Next one, depletion region in PN junction is the region with. അതായത് PN junctionലെ depletion region അല്ല എന്താ ഓപ്ഷൻസ് നോക്കാം. Large number of minority carriers, large number of majority carriers, less number of mobile charge carriers, less number of immobile charge carriers. ഇത് ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് PN ജംഗ്ഷനിലെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്? അവിടെ നമുക്ക് മൊബൈൽ ആയിട്ട് ചാർജ് കാരിയേഴ്സ് ഉണ്ടാവുമോ? ഇല്ല അല്ലെ. ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ മൊബൈൽ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് അവിടെ ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് ഒരു ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോക്ക് ഒരു ബാരിയർ ആയിട്ടാണ്. which means അവിടെ മൊബൈൽ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന്റെ ആബ്സെൻസ് ആണ് ശരിക്കും ഈ ഡിപ്ലീഷൻ റീജിയൻ. അപ്പൊ ഫ്രം ദ ഓപ്ഷൻസ് നമുക്ക് ഏത് ആണ് ഇപ്പൊ ചൂസ് ചെയ്യാൻ പറ്റുക? ലെസ് നമ്പർ ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ് എന്നുള്ളതായിരിക്കും ഇവിടെ നമുക്ക് ഓപ്ഷനിൽ എടുക്കാൻ പറ്റുക. ഓപ്ഷൻ C ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. Next one, the transistor configuration which can be used as a voltage follower. Voltage follower ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന transistor configuration. Common base, common emitter, common collector, all of them. And definitely the answer is common collector. Okay, common collector ആണ് voltage follower ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. Option C. Next one, in a circuit, if the voltage across an electrolytic capacitor with a value of 1 farad is 2 volt DC, then the current passing through the capacitor. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്കൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ അതിന്റെ വാല്യൂ 1 ഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ വോൾട്ടേജ്, അതിൽ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 2 വോൾട്ട് DC ആണ്. അതായത് ഡയറക്റ്റ് കറണ്ട് ആണ്. അപ്പൊ ഡയറക്റ്റ് കറണ്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കപ്പാസിറ്റർ ചാർജ് ആവും അല്ലെ, അപ് ടു സപ്ലൈ വോൾട്ടേജ്. പക്ഷേ അത് ഫ്ലോ ഓഫ് കറണ്ട് അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും അല്ലെ, ശരിയല്ലേ? അപ്പോ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ട് പാസിംഗ് ത്രൂ ദ കപ്പാസിറ്റർ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് 0 ആംപിയർ ആയിരിക്കും, നോ കറണ്ട്. സോ ഓപ്ഷൻ A will be the correct answer. Next one, the specific component which is responsible for stabilizing the operating point in an RC coupled amplifier. ഒരു RC coupled amplifier operating point stabilize ചെയ്യുന്ന ഏത് component ആണ്?
കളക്ടർ റെസിസ്റ്റർ, എമിറ്റർ റെസിസ്റ്റർ, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പൊ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫിഗർ വരച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എമിറ്റർ റെസിസ്റ്റർ ഉണ്ട് അല്ലെ. ആ എമിറ്റർ റെസിസ്റ്റർ ആണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആക്ച്വലി സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് അനാലിസിസ് പഠിക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. സോ എമിറ്റർ റെസിസ്റ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, the average DC output voltage of a bridge rectifier, where Vm is the peak maximum voltage of the input. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരുന്നത്? 2Vm/π, Vm/π, Vm/2, Vm/√2. അപ്പൊ ഇവിടെ 2Vm/π എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതുപോലെ തന്നെ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവില് ബ്രിഡ്ജും സെൻട്രൽ ടാപ്പും ഇതില് ഒരു ടേബിൾ തന്നെ ഉണ്ട് അല്ലെ. ആ ടേബിളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ, TUF ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, ഇങ്ങനെ കുറെ കാര്യങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഇക്വേഷൻ അതുപോലെ തന്നെ വാല്യൂസും പഠിക്കാനുണ്ട്. അതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് തെറ്റാതെ ആൻസർ എഴുതാൻ പറ്റും. എഫിഷ്യൻസി അങ്ങനെ കുറെ അധികം. അപ്പൊ അത് ആ ടേബിൾ തന്നെ പഠിക്കണം. റെക്ടിഫയറിന്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ടേബിൾ പഠിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. Next one, the purpose of voltage regulator in a DC power supply. DC power supply യിൽ എന്തിനാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്? അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. എന്നാൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Convert AC input voltage to DC output voltage, smoothen the AC variation from the DC output voltage, eliminate the 50 Hz AC from the DC output voltage, maintain a constant DC output voltage. അപ്പോൾ ഏതായിരിക്കും വരിക? ഒരു കോൺസ്റ്റന്റ് DC output voltage മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ D will be correct answer. Next one, commonly used signal conditioning circuit for resistive type sensor. Resistive type sensorൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് ഏതാണ്? ഷെയ്ൻ ബ്രിഡ്ജ്, മാക്സ്വെൽസ് ബ്രിഡ്ജ്, വീസ്റ്റൺസ് ബ്രിഡ്ജ് ആൻഡ് വീൻ ബ്രിഡ്ജ്. അതല്ല വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ C is the correct answer. Next one, if delta F is the frequency deviation and FM is the highest modulating frequency, then the minimum bandwidth requirement for FM transmission. നമ്മൾ FM transmission പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. 2 into delta F plus FM എന്നുള്ളതായിരിക്കും. Delta F is the frequency deviation and FM is the highest modulating frequency. So 2 into delta F plus FM ആയിരിക്കും minimum bandwidth. Okay. So option B is the correct answer. Next one, the modulation scheme used in TV picture transmission. Television picture transmission യൂസ് ചെയ്യുന്നത് ഏത് മോഡുലേഷൻ സ്കീമാണ്? AM and FM, FM, AM, PCM. അപ്പോൾ ഇതില് AM ആണ് ആക്ച്വലി നമ്മൾ TV പിക്ചർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ സ്കീം. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ ഈ പറഞ്ഞ AM കുറവായിരിക്കും. ഓക്കെ, അത് FM കൂടുതലായിരിക്കും കമ്പയർഡ് ടു AM. ഡിസ്റ്റോർഷൻ അത് ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ സിഗ്നൽസ് തമ്മിലുള്ള ഇന്റർഫറൻസ് ഒക്കെ കാരണം ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് FM കൂടുതലായിരിക്കും. പിന്നെ സർക്യൂട്ട് കോംപ്ലക്സിറ്റിയുടെയും ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റിന്റെയും കേസ് പറഞ്ഞാലും സർക്യൂട്ട് കോംപ്ലക്സിറ്റി കുറവായിരിക്കും AM. സോ ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ AM ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ C is the correct answer. Next one, in a cellular network, the technique used to use the same frequency for others. Same frequency using the frequency hopping, frequency modulation, frequency multiplexing, and frequency reuse. Correct answer is frequency reuse. Option D. Next one, the principle behind the polyester capacitor. Polyester capacitor use in electrolytic, electromagnetic, electrostatic, and pyrolytic. Now, polyester capacitor എന്ന് പറയുന്നത് നമ്മളൊരു thin film of polyester അതാണ് അതിൽ insulating material ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്. ഓക്കെ, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ദ ഇൻവെന്റർ ഓഫ് സിലിക്കൺ ട്രാൻസിസ്റ്റർ. സിലിക്കൺ ട്രാൻസിസ്റ്ററിന്റെ ഇൻവെന്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. ജോൺ ബാർഡിൻ, വോൾട്ടർ ബ്രെട്ടൺ ആൻഡ് വില്യം ഷോക്ലി ആണ് നമുക്ക് ഫസ്റ്റ് വർക്കിംഗ് ട്രാൻസിസ്റ്റർ 1947 ഇൻവെന്റ് ചെയ്തത്. അപ്പൊ അതിൽ ആരുടെ പേരാണ് ഓപ്ഷനിലുള്ളത് നോക്കാം. ഇതിൽ ഓപ്ഷനിലുള്ളത് ജോൺ ബാർഡിന്റെ നെയിം ആണുള്ളത്. സോ ഓപ്ഷൻ C is the correct answer. Next one, peak reverse voltage of the diode IN4007. IN4007ന്റെ പീക്ക് റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1000 വോൾട്ട് ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Next one, the varactor diode is a voltage variable resistor, voltage variable capacitor, voltage variable inductor, variable resistor. അപ്പോൾ എന്താണ് ഈ varactor diode എന്ന് പറയുന്നത്? Varactor diode എന്ന് പറഞ്ഞാൽ it is a type of diode
whose internal capacitance varies with respect to the reverse voltage. Apply ചെയ്യുന്ന reverse voltage അനുസരിച്ച് internal capacitance vary ചെയ്യുന്ന ഡയോഡിനെയാണ് നമ്മൾ വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എന്തായിരിക്കും? വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിരിക്കും, കപ്പാസിറ്റർ ആയിരിക്കും, ഇൻഡക്ടർ ആയിരിക്കും? വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റർ ആയിരിക്കും അല്ലെ? ഇന്റേണൽ കപ്പാസിറ്റൻസ് അല്ലേ വേരി ചെയ്യുന്നത്. അതിനെ തന്നെ നമ്മൾ വേരി ക്യാപ്പ് എന്നും വോൾട്ട് ക്യാപ്പ് എന്നും ട്യൂണിംഗ് ഡയോഡ് എന്നും ഒക്കെ നമ്മൾ പേര് പറയാറുണ്ട്. സോ ഫ്രം ദ ഓപ്ഷൻസ്, ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റർ. നെക്സ്റ്റ് വൺ, ദ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ BJT മേ ബി ഡ്യൂ ടു. ഒരു BJT സെൽഫ് ഡിസ്ട്രക്ഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏർലി എഫക്ട്, തെർമൽ റൺഅവേ, സെനൽ ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. തെർമൽ റൺഅവേ അതായത് അൺകൺട്രോൾഡ് റൈസ് ഇൻ ടെമ്പറേച്ചർ. Uncontrolled rise in temperature, it can cause to the damage of the transistor. Okay, ആ കമ്പോണന്റ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തെർമൽ റൺഅവേ കൊണ്ടായിരിക്കും. ഓപ്ഷൻ ബി. Next one, two stages of multi-stage amplifier have individual gains of 60 dB and 10 dB. Then the overall gain. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ രണ്ട് സ്റ്റേജിൽ അതിന്റെ ഇൻഡിവിജ്വൽ ഗെയിൻ ഒന്ന് 60 dB ഒന്ന് 10 dB ആണ്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഗെയിൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേജ് ആണ്. അപ്പൊ നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. ഡെസിബിൾസിലായതുകൊണ്ട് തന്നെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് രണ്ടിന്റെയും സം ആയിരിക്കും. ദാറ്റ് ഈസ് 60 dB plus 10 dB. ആൻസർ ഈസ് 70 dB. Option C is the correct answer. Next one, the transistor BC148 is a low frequency low power, low frequency high power, high frequency low power, high frequency high power. BC148 എന്ന് പറയുന്നത് low frequency low power transistor ആണ്. Okay, option A is the correct answer. And the last question, for the operation of n-channel depletion type MOSFET, the gate voltage has to be 0 ആയിരിക്കണോ, പോസിറ്റീവ് ആയിരിക്കണോ, നെഗറ്റീവ് ആയിരിക്കണോ, ഓപ്പൺ ആയിരിക്കണോ എന്നുള്ളതാണ്. 0 ആയിരിക്കണം. ഓക്കെ, the operation of n-channel depletion type MOSFET, the gate voltage has to be 0. So നമ്മൾ 20 questions ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.